ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലൈഡിംഗ് സെറ്റപ്പിലാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു 1 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ വീഡിയോ തന്നെ ഒരു 3-4 സൈറ്റിലെ വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് വളരെ ഷോർട്ടായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് ഓച്ചറയ്ക്ക് അടുത്തുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിനകത്ത് ഇല്ല പോർഷനിൽ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ വേറെ തണലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് മുകളിലോട്ടൊന്ന് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു വുഡൻ പീസാണ് വെക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, പാനൽ സൈഡ് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓവറോൾ കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളിവിടെ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 390ൻ്റെ മോണോപെർക്ക് പാനലാണ് ആക്ച്വലി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാനൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു റൂഫ് വർക്ക് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു സ്ലൈഡിങ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഈ പാനൽ ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അതുപോലെ ലൂപ്പ് കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്ത് കാണിക്കാം. അപ്പം ഫ്യൂച്ചർ ഇവർക്ക് മുകളിലോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. പാനൽ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കുഴപ്പമില്ല. ഇവിടെ നല്ല ബലത്തിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാനൽ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായി ചവിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രൊഡക്ഷനും കിട്ടും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് ഞാൻ ഇച്ചിരി കത്തിക്കാനില്ല കേട്ടോ. ഇവിടെ ഇന്നലെ വലിക്കാരി. ഫ്രണ്ട്സ്, ഇപ്പോൾ നോർമൽ പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ലോക്കും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഇത്ര ഹൈറ്റിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ പാനലിൻ്റെ ഇവിടെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് വേണ്ടി ഒരു ലൂപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് വെള്ളം അകത്തോട്ട് കയറാതിരിക്കാൻ ഇങ്ങനൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇൻവെർട്ടർ സെക്ഷനിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ സെക്ഷൻ വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റെയറിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റാൻഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് വീട്ടുകാർക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കിത് ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ബെയറിംഗ് സെറ്റപ്പൊക്കെ ഈ ബാറ്ററിക്കകത്ത് വെച്ച് വെക്കുന്ന കാരണം നമുക്ക് മെയിൻ്റെനൻസ് വളരെ എളുപ്പമായിരിക്കും. മെയിൻ്റെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ ടോപ്പ് അപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉപയോഗം അനുസരിച്ചാണ് നമ്മൾ ഈ ഗാമ പ്ലസിനകത്ത് പാനലിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത്. അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ഉപയോഗം അനുസരിച്ചാണ്. ചിലപ്പം 3 പാനൽ വെക്കുന്ന സൈറ്റുണ്ട്, 2 പാനൽ വെക്കുന്ന സൈറ്റുണ്ട്, പിന്നെ 1 പാനൽ വെക്കുന്ന സൈറ്റുണ്ട്. അത് ഓരോ ബഡ്ജറ്റ് ബേസും പിന്നെ അവരുടെ റിക്വയർമെൻറ്റ് ബേസിലുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അത്യാവശ്യം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി എനർജി സേവിംഗ് ഉള്ള ഒരു സിസ്റ്റമാണ് ഈ ഉള്ള സിസ്റ്റം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഇതിൻ്റെ കസ്റ്റമറിൻ്റെയൊക്കെ പുതിയ വീട് വെക്കുന്നതിന് മുന്നേ കുറേ സജഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വിൻഡോ ചാനൽ സെറ്റ് ആക്കാൻ വേണ്ടി. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഹൈഡ്രജൻ ഗ്യാസ് സ്മോൾ കണ്ടന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഇത് റിലീസ് ആവും. ഇത് ഗ്ലാസ് അല്ല, ജസ്റ്റ് ഇതൊരു വിൻഡോ പോലെ വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് ഇട്ടിട്ടില്ല. അപ്പോൾ എയർ സർക്കുലേഷൻ കാര്യങ്ങളെല്ലാം നല്ല സെറ്റപ്പായിട്ട് നടക്കുകയും ചെയ്യും. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഏരിയയിലാണ്. നമ്മളിവിടെ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞ പോലെയാണ്, ഇതെല്ലാം ഓപ്പൺ കിച്ചണും സെറ്റപ്പ് ഒക്കെയാണ്. അതേപോലെ തന്നെ ഇതൊരു ഓപ്പൺ ഇൻവെർട്ടർ സെറ്റപ്പാണ്. അപ്പം നമുക്ക് എപ്പോഴായാലും ഇത് ഫിസിക്കലായിട്ട് ഇതിൽ എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും, അതൊരു ഗുണമാണ്. അപ്പം ട്രോളി വെക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ ട്രോളി വെക്കുന്ന ആൾക്കാർ ഒരു 1 വീക്സ് അല്ലെ 2 വീക്സ് ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ബാറ്ററി ലെവൽ ചെക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത് മറ്റുള്ളവരിലോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തേക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഞങ്ങൾ ഇവിടുന്ന് വിടുവാണ്, നമ്മൾ അടുത്ത സൈഡിലോട്ട് പോകണം, നമ്മൾ എറണാകുളത്തോട്ട് പോവാണ്. അപ്പോൾ എറണാകുളത്ത് ചെയ്യുന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം.